ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് എന്തുവാണെന്നറിയോ നിങ്ങളോട് പറയാൻ പോകുന്നത്. 4 പേരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ ആ 4 പേരെ ആദ്യം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവരാണ് ആ 4 പേര്. അതായത് കേൾക്കണ്ട, കാണണ്ട, മിണ്ടണ്ട. പിന്നെ ഈ ആളിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? അപ്പം ഞാൻ ഇവരെക്കുറിച്ച് ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളോടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഇവരെ കണ്ടപ്പോൾ ഇങ്ങനെ ആലോചിച്ചേ, ഇതുവരെ പക്ഷേ ഞാൻ ഇവരെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇവരെ ഞാൻ വാങ്ങിക്കാനുള്ള കാരണമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട്, അതായത് എൻ്റെ കുഞ്ഞിലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വലിയ വീടുണ്ടായിരുന്നു കായംകുളത്ത്. ശ്രീനിലയം എന്നായിരുന്നു ആ വീടിൻ്റെ പേര്. ആ വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് 3 കുരങ്ങന്മാരിരിക്കുന്നതാണ് ഞാൻ കണ്ടേക്കുന്നത്. അതായത് കേൾക്കണ്ട, മിണ്ടണ്ട, കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് 3 കുരങ്ങന്മാർ ആ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അതായത് ഇതിനൊരു കാര്യമുണ്ടെന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ മിണ്ടാതിരിക്കണം. ചില സന്ദർഭങ്ങളിൽ പലതും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കണം. ഒരുപാട് കാര്യങ്ങൾ കേട്ടില്ലെന്ന് നമ്മൾ നടിക്കണം. പക്ഷേ എന്ന് വിചാരിച്ച് പ്രതികരിക്കരുതെന്നല്ല, ആവശ്യത്തിന് നമ്മളെല്ലാം പ്രതികരിക്കാം. പക്ഷേ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ഞാൻ വീണ്ടും പറയുകയാണ്, ഇവരെ പോലെ ഇരിക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് എന്തോ കിട്ടുന്നതെന്നറിയാവോ? ദാണ്ടേ ഈ ആളിനെ പോലെ ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ നമുക്കിരിക്കാം. അതായത് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ തന്നെ വിചാരിച്ചാൽ എല്ലാം മാറ്റാൻ പറ്റും. നമുക്ക് മനസ്സമാധാനവും കിട്ടും. അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നിങ്ങൾ.